ICICI Prudential മ്യൂച്വൽ ഫണ്ടിൻ്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർ മിസ്റ്റർ നരേൻ ശങ്കരൻ റീസെൻ്റായിട്ട് നടത്തിയ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ കാറ്റഗറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള ഒരു പരാമർശം ഒരുപാട് വിവാദമായിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന മ്യൂച്വൽ ഫണ്ടുകളിൽ സ്ഥിരമായിട്ട് നിക്ഷേപം നടത്തുന്ന നിക്ഷേപകർക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികളുടെ ഓഹരികൾ ഒരുപാട് ഓവർ വാല്യൂഡ് ആണ്. അപ്പം സാധാരണ നിക്ഷേപകർ ഇതേപോലെയുള്ള ഓഹരികളിൽ നിക്ഷേപം നടത്തുകയോ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം ഏകദേശം 33 വർഷത്തിൽ കൂടുതൽ ഫണ്ട് മാനേജ്മെൻറ്റിൽ പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഫണ്ടുകളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയുമാണ്. പക്ഷെ അദ്ദേഹം നടത്തിയ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രസ്താവന നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ഇന്ത്യയിലെ പല മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളും ഓവർ വാല്യൂഡ് ആണ്. ഓഹരികളുടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ പലപ്പോഴും 30% കൂടുതലാണ്. ഒരു കമ്പനിയുടെ PE റേഷ്യോ നോർമലായിട്ട് ഒരു 15-നും 20-നും ഇടയിൽ വന്നാൽ സാധാരണയായിട്ട് നമ്മളത് റീസണബിളി വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടനവധി കമ്പനികളുടെ PE റേഷ്യോ 40%-ൽ കൂടുതലൊക്കെയാണ്. ഇത് കാണിക്കുന്നത് ഈ കമ്പനികളെല്ലാം ഓവർ വാല്യൂഡ് ആണ്. അങ്ങനെയുള്ള കമ്പനികളിൽ നിക്ഷേപങ്ങൾ നടത്തിയാൽ പലപ്പോഴും നമുക്ക് അതിൽ നിന്ന് ലഭിക്കാവുന്ന ഗെയിനിനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മറ്റുള്ള കമ്പനികളെ കമ്പയർ ചെയ്യുമ്പോൾ അതിവേഗം കുറയുന്നതിനുള്ള ചാൻസുമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. പല കമ്പനികളുടെയും ഓഹരി വില ഓവർ പ്രൈസ്ഡാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 2024 മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ഒരു പ്രസ്താവന നടത്തിയാൽ തീർച്ചയായിട്ടും അത് സ്റ്റോക്ക് മാർക്കറ്റിനെ എഗെയിൻ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. കൂടുതൽ ആളുകൾ ഇതേപോലെയുള്ള സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ റിഡംഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ അദ്ദേഹത്തോട് എനിക്കുള്ള ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം സെപ്റ്റംബർ 2024 മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അദ്ദേഹം ഇതേപോലെയുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ടാവാം. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങളെ ഒരിക്കൽ കൂടി പാനിക്കിലേക്ക് നയിക്കുകയാണ് ഇതേപോലെയുള്ള പ്രസ്താവനകൾ കൊണ്ട് സംഭവിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയോട് ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ഫണ്ട് മാനേജേഴ്സും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ അഡ്വൈസ് ചെയ്യാറുള്ളത്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് രീതിയിലുള്ള നിക്ഷേപങ്ങളാണ് എപ്പോഴും നല്ലത് എന്നാണ്. ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 25,000 കോടി രൂപയോളം ഒരു മാസം SIP ആയിട്ട് പല മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ തന്നെ ചെയ്യുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റർ നരേൻ ശങ്കറിനെ പോലെ 30 വർഷത്തിൽ കൂടുതൽ ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും കഴിഞ്ഞ 10-25 വർഷമായിട്ട് ആക്റ്റീവായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ പല സമയങ്ങളിലും മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ കറക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്. 2000 മുതലുള്ള കേസ് എടുത്ത് നോക്കിയാൽ എത്ര പ്രാവശ്യം നമ്മുടെ മാർക്കറ്റിൽ സിവിയർ ആയിട്ടുള്ള കറക്ഷൻസ് വന്നിട്ടുണ്ട്. ആ കറക്ഷൻസിനെ എല്ലാം അതിജീവിച്ച് നമ്മുടെ വിപണി മുന്നിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതേപോലെ വരുന്ന കറക്ഷൻസ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഈ റീസെൻ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്ന കറക്ഷൻസ് ഹെൽത്തി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പല നെഗറ്റീവ് ന്യൂസുകളുടെയും അല്ലെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൻ്റെയും അനന്തരഫലമായിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻ വന്നത്. ഈ കറക്ഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്ത് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളിലുള്ള നിക്ഷേപങ്ങൾ പലരും പിൻവലിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ
ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അധികമായിട്ട് സ്റ്റോക്കുകൾ ഇന്ത്യയിൽ വിറ്റഴിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രസ്താവനകളും കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് നെഗറ്റീവ് സോണിലേക്ക് പോകാനായിട്ട് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. എന്നിരുന്നാൽ തന്നെയും ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങൾ നമുക്ക് ഇനിയും കൂടുതൽ റിട്ടേൺസ് നേടിത്തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളിൽ പലപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഡേറ്റ എൻ്റെ പേഴ്സണലായിട്ട് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റകളാണ്. ഈ വീഡിയോയിലും ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 15 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ നടത്തി വന്നിരിക്കുന്ന ചില SIPകൾ, അത് മിഡ് ക്യാപ് ഫണ്ടാകാം, ഫ്ലെക്സി ക്യാപ് ഫണ്ടാകാം, മൾട്ടി ക്യാപ് ഫണ്ടാകാം, ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകളാകാം, ഇതേപോലെയുള്ള ചില ഫണ്ടുകൾ തിരഞ്ഞെടുത്തിട്ട് ആ ഫണ്ടുകൾ എങ്ങനെയാണ് ഈ 10 വർഷം 15 വർഷ കാലത്തിൽ നല്ലൊരു റിട്ടേൺസ് എനിക്ക് നേടിത്തന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 13-14% കറക്ഷൻസ് വന്നിട്ട് തന്നെയും ഈ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുന്നേ ഞാൻ തുടങ്ങിയിരിക്കുന്ന SIPകളിലും എനിക്ക് 20% കൂടുതലുള്ള ആനുവൽ റിട്ടേൺസ് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഇത് റിയലായിട്ട് എൻ്റെ സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് നിങ്ങളെ കാണിക്കുന്നതിനും അതോടൊപ്പം ലോങ് ടൈമിലേക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നടത്തിയാൽ എങ്ങനെയാണ് പോസ്റ്റ് ആവറേജിങ് വർക്ക് ചെയ്യുന്നത്, പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്, ഈവൻ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലും എങ്ങനെയാണ് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി കാണിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും ഒരു കോൺഫിഡൻസ് തരുന്നതിനും മാത്രമാണ് ഈ പ്രസൻറ്റേഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങൾ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും. എങ്ങനെയാണ് 10 വർഷം അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത മ്യൂച്വൽ ഫണ്ട് SIP നിക്ഷേപങ്ങൾ എനിക്ക് 20% കൂടുതൽ റിട്ടേൺസ് നേടിത്തന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ പ്രസൻറ്റേഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ SIP റൂട്ടിൽ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ടുകൾ നിക്ഷേപം നടത്തിയാൽ, അതായത് ലോങ് ടൈമിലേക്ക് നിക്ഷേപം നടത്തിയാൽ നമുക്ക് ബെനിഫിഷ്യൽ ആകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാനിവിടെ ഷോ ചെയ്യുന്ന റിയൽ ആയിട്ടുള്ള എൻ്റെ SIP ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഇതിൽ 5 വർഷം നടത്തിയ SIP ഉണ്ട്, 10 വർഷമുണ്ട്, 13 വർഷം വരെയും വന്ന SIPയുടെ ഡീറ്റെയിൽസ്. ഞാനിവിടെ ഡെലിബറേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ചെറിയ ചെറിയ എമൗണ്ടുകളാണ്. കാരണം നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം SIPയിൽ ചിലപ്പോൾ വലിയ എമൗണ്ടുകൾ അവർക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കില്ല. പല സമയങ്ങളിലും 1000 രൂപ, 2000 രൂപ, 3000 രൂപ ഇങ്ങനെയുള്ള എമൗണ്ടുകളായിരിക്കും അവർ മന്ത്ലി SIPക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് ഞാൻ നടത്തിയിരിക്കുന്ന ചെറിയ SIP എമൗണ്ടുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ചെറുകിട ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ICICI മ്യൂച്വൽ ഫണ്ടിൻ്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർ നരേൻ ശങ്കരൻ പറഞ്ഞതുപോലെ ലാർജ് ക്യാപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തവർക്കാണ് കൂടുതൽ റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാനിത് മാർക്കറ്റ് ഏറ്റവും ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ഇനി NAV ഇത് ചെയ്തിരിക്കുന്നത്. അതായത് 14 ഫെബ്രുവരിയിലെ വാല്യുവേഷൻ വെച്ചിട്ടാണ് ഇത് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ എടുക്കുന്നത് HDFC മിഡ് ക്യാപ് ഫണ്ടാണ്. 2015 മുതൽ 3000 രൂപ വീതം ഓരോ മാസവും 2024 ഈ SIP എൻഡ് ചെയ്യേണ്ടി വന്നു. സാധാരണ നമ്മൾ SIPകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നടത്താറുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SIPയുടെ ഒരു ചെറിയ പീരീഡിലേക്ക്, അതായത് 2 വർഷത്തേനോ 5 വർഷത്തേനോ ഒക്കെ നമ്മൾ SIP പീരീഡ് സെലക്ട് ചെയ്താൽ ഉള്ള പ്രശ്നം ഇതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ SIP സ്റ്റാർട്ട് ചെയ്തപ്പോൾ 5 വർഷം പീരീഡാണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റിന്യൂ ചെയ്തില്ല. ഇത് സാധാരണയായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് 1 വർഷത്തോടെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്കിത് കൂടുതൽ റിട്ടേൺസ് കിട്ടിയേനെ. ഇപ്പോൾ ഇവിടെ ഞാൻ വെറും 3,19,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 8,90,000 രൂപയാണ് 5 വർഷം കൊണ്ട്. അത് 5,70,70,000 രൂപയുടെ അപ്രീസിയേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റുകളിലെല്ലാം അല്ലെങ്കിൽ ആ മാസം എൻ്റെ NAVയിൽ ഒരുപാട് കുറവ് വന്ന മാസങ്ങളാണ്. അതായത് മാർക്കറ്റ് കറക്ഷൻ വന്ന്
കാര്യങ്ങളാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് 5 വർഷത്തിനിടയിൽ പല സമയങ്ങളിൽ ഈ ഫണ്ടിൻ്റെ NAV ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 5 വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 2020 കോവിഡിൻ്റെ സമയത്ത് ഈ മാർക്കറ്റ് ഒരുപാട് കറക്റ്റ് ചെയ്തു. 2022 ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ സമയത്ത് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു മേജറായിട്ടുള്ള 2 കറക്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ സെപ്റ്റംബർ 2024 മുതൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ NAVയിലുള്ള റിഡക്ഷനും ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എത്ര റിട്ടേൺ XIRR കിട്ടിയെന്ന് നമുക്ക് നോക്കാം. 5 വർഷം കൊണ്ട് ഈ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ, ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 21%. ഇത് എക്സലിൽ ഞാൻ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും എടുത്ത് അതിൻ്റെ XIRR കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് HDFCയുടെ ലാർജ് ക്യാപ് ഫണ്ടാണ്, അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇത് 2013 മുതൽ 2000 രൂപ ഈ ഫണ്ടിൽ നടത്തുന്ന SIP ആണ്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ മാസം 5-ാം തീയതിയാണ് SIP ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് 5 ഫെബ്രുവരി വരെയും ചെയ്തിട്ടുണ്ട്. ഈ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വെറും 2,91,000 രൂപയാണ്. ഇതിൻ്റെ ഇപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 7,79,000 രൂപയുണ്ട്. ഏകദേശം 4,87,000 രൂപയുടെ അപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ഈ ഫണ്ടിൽ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റുകളിലെല്ലാം എൻ്റെ ഫണ്ടിൻ്റെ NAV കുറഞ്ഞതാണ്. കാരണം മാർക്കറ്റിൽ കറക്ഷൻ വന്നിട്ട് NAV കുറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിൽ എത്ര കറക്ഷൻ വന്നാലും ഇതിനെല്ലാം അതിജീവിച്ച് മാർക്കറ്റ് മുന്നോട്ട് പോവുകയാണ്. 13 വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള SIP ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഈ ഫണ്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന XIR അല്ലെങ്കിൽ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 15-24 ആണ്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടുകളിൽ ഏറ്റവും കുറവ് SIPയിൽ ആനുവൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഈ ലാർജ് ക്യാപ് ഫണ്ടാണ്. ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൻ്റെ ഇൻകം ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടാണ്. ഇതിലും 3 ഫെബ്രുവരി മുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 12 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 2000 രൂപ വീതമുള്ള SIP ആണ്. ഈ ഫണ്ടിൽ ഏകദേശം 2,91,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 9,31,000 രൂപയാണ്. ഇതിൻ്റെ അകത്ത് ഏകദേശം 6,39,000 രൂപയുടെ അപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. ഈ ഫണ്ടിൽ ഈ റെഡിലൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന മേജറായിട്ട് മാർക്കറ്റ് കറക്ഷൻ്റെ കാര്യങ്ങളാണ്. ഈ ഫണ്ടിൽ നിന്ന് എത്ര XIRR ജനറേറ്റ് ചെയ്തെന്ന് നോക്കാം. ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ ഇക്വിറ്റി ഇൻകം ഫണ്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ആനുവൽ റിട്ടേൺസ് ഏകദേശം 18%. ഇനി HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് എടുത്താലും 2013 ജനുവരി മുതൽ 2000 രൂപ ഈ ഫണ്ടിൽ SIP നടത്തുന്നതാണ്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 2,91,000. ഇതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 9,61,000 രൂപയാണ്. 6,69,000 രൂപയാണ് ഈ 2000 രൂപ വീതമുള്ള SIP ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എനിക്കിതിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഗെയിൻ. ഈ ഫണ്ടിൻ്റെ ആനുവൽ റിട്ടേൺസ് നമ്മൾ പരിശോധിച്ചാൽ ഈ ഫണ്ടിൽ നിന്ന് ഏകദേശം 18% ആനുവൽ റിട്ടേൺസ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് 3,000 രൂപ വീതം 2015 ഡിസംബർ മുതൽ നടത്തുന്ന SIP ആണ്. ഈ SIP ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. 3,29,000 രൂപ SIP എമൗണ്ട് നടത്തിയതിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം 9,10,000 രൂപയാണ്. ഏകദേശം 5,80,000 രൂപയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ അപ്രീസിയേഷൻ കാണിക്കുന്നത്. ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ നിങ്ങൾ നോക്കൂ, ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലെല്ലാം മേജറായിട്ട് മാർക്കറ്റ് കറക്ഷൻ വന്നിരിക്കുന്ന ഏരിയയാണ്. ഇത്രയൊക്കെ മാർക്കറ്റിൽ കറക്ഷൻ വന്നിട്ടും ഇതിൽ നിന്ന് ലോങ് ടൈമിലേക്ക് എനിക്ക് ലഭിച്ചിരിക്കുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം 21.5% ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ആനുവൽ റിട്ടേൺസ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഫിഗേഴ്സ് എല്ലാം റിയൽ ആയിട്ടുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരിക്കൽ കൂടി മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറുകിട ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ റിയൽ ആയിട്ടുള്ള ഡേറ്റ ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. കഴിഞ്ഞ 50 വർഷത്തെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹിസ്റ്ററി നമ്മളെടുത്ത് പരിശോധിച്ചാൽ പല അവസരങ്ങളിലും മാർക്കറ്റ് ഒരുപാട് കറക്ഷൻസ് വന്നിട്ടുണ്ട്. അത് പല റീസൺ കൊണ്ടും വരാം. മാർക്കറ്റിൽ സ്റ്റോക്കുകൾ ഓവർ വാല്യൂഡ് ആയ കാരണം വരാം, അല്ലെങ്കിൽ മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണമോ, അതേപോലെ ഒരുപാട് നെഗറ്റീവ് കാരണങ്ങൾ കൊണ്ട് പല അവസരങ്ങളിലും മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് താഴേക്ക് പോയിരിക്കുന്ന മാർക്കറ്റ് അതിനേക്കാളും കൂടുതൽ ശക്തിയോടുകൂടിയാണ് പിന്നെയും തിരിച്ചു വന്നിരിക്കുന്നത്. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ എക്കണോമിക് സിറ്റുവേഷനും ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയും, അതേപോലെ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനോ, അതേപോലെ ഇന്ത്യയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിലും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളിലെല്ലാം
വലിയൊരു മുന്നേറ്റത്തിനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആകുക. അതോടൊപ്പം തന്നെ SIP റൂട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. എങ്കിലാണ് മാർക്കറ്റിൽ വരുന്ന ഉയർച്ച താഴ്ചകളുടെ ഫലം നമുക്ക് ശരിക്കും ലഭിക്കുകയുള്ളൂ. നരേൻ ശങ്കരൻ സജസ്റ്റ് ചെയ്യുന്നത് പോലെ എല്ലാ ഫണ്ട് മാനേജേഴ്സും അതേപോലെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ലാർജ് ക്യാപ് ഫണ്ടുകളിൽ, അതായത് ഇന്ന് ഇന്ത്യയിൽ ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ മുന്നിൽ വരുന്ന 100 കമ്പനികളിലാണ്. ഈ മ്യൂച്വൽ ഫണ്ടുകളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഈ 100 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രം ചെയ്താൽ ഈ പറയുന്ന സ്റ്റോക്കുകളും ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഓവർ വാല്യൂഡ് ആവും. പിന്നെ എവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തും? തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ GDP ഗ്രോത്തിലെല്ലാം കുറച്ച് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും വരും വർഷങ്ങളിൽ അത് മേക്കപ്പ് ചെയ്ത് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളെക്കാളും വളരെ മെച്ചമായിട്ടുള്ള രീതിയിൽ മുന്നേറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങളായിരിക്കാം. ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ 25 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഒരു റെഗുലർ ഇൻവെസ്റ്റർ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഈ ഫീൽഡിൽ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലുമാണ് ഈ കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക, മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫണ്ടുകൾ മാത്രം തിരഞ്ഞെടുക്കുക. അതോടൊപ്പം തന്നെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകളും മൾട്ടി അസറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകളുമാണ്. ഈ ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് ലാർജ് ക്യാപ്പിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും സ്മോൾ ക്യാപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ഡെറ്റ് സെക്യൂരിറ്റികളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്മോഡിറ്റികൾ, ഗോൾഡ്, സിൽവർ, ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, റിയൽ എസ്റ്റേറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതേപോലെയുള്ള എല്ലാ കാറ്റഗറിയിലും വരുന്ന അസറ്റ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കും. മൾട്ടി അസറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തിയാൽ. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, അതായത് ലോങ് ടേമിലേക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ മന്ത്ലി ബേസിസിലും മറ്റും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിൻ്റെ അണ്ടർലൈങ് അസറ്റ്സിൽ വരുന്ന അപ്രീസിയേഷനും പവർ ഓഫ് കോമ്പൗണ്ടിങ്ങും അതോടൊപ്പം തന്നെ കോസ്റ്റ് ആവറേജിങ്ങും ഇതെല്ലാം ചേർത്ത് ലോങ് ടൈമിലേക്ക് എങ്ങനെയാണ് നമുക്കൊരു റിട്ടേൺസ് അല്ലെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം എപ്പോഴും വളരെ റിസ്കി ആയിട്ടുള്ള നിക്ഷേപമാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200-ൽ കൂടുതൽ വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.